ഒന്നുകിൽ ശിവന്റെ കൂടെയുള്ള ജീവിതം, അല്ലെങ്കിൽ എന്നേക്കുമായിട്ടുള്ള ഒടുക്കം. ഇതിലേതെങ്കിലും ഒന്ന് ഉടനെ എന്റെ ജീവിതത്തിലുണ്ടോ? ഉറപ്പാ. അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വരട്ടെ. അതിനു മുമ്പ് ആവനാഴിയിലെ അവസാനത്തെ ആയുധത്തിന്റെ മൂർച്ച കൂടി ഒന്ന് പരീക്ഷിച്ചാലോ? ഞാൻ എന്തിനും തയ്യാറാ. സത്യഭാമയുടെയും പത്മിനിയുടെയും അങ്കിൾ ശിവൻ. ഏയ്, അതൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. ഇതിനെങ്കിലും ജയിക്കും. 400 മീറ്റർ ഓടി ജയിച്ചിട്ടുള്ളവനാ ഞാൻ, പിന്നല്ല ഈ 100. ആദ്യത്തെ വിസിലിന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ റെഡിയായി നിൽക്കണം. രണ്ടാമത്തെ വിസിലിന് തയ്യാറാവുക. മൂന്നാമത്തെ വിസിലിന് മത്സരം ആരംഭിക്കും. ഡാഡി ഓടി ജയിക്കു ഡാഡി. കൃഷ്ണ മിന്നി ജയിക്കണേ. ഉറപ്പായിട്ട് ശിവനങ്കിൾ ജയിക്കും സത്യേ. എന്റെ ഡാഡിയെ 400 മീറ്റർ ഓടി ജയിച്ചിട്ടുള്ള ആളാ. ശിവനങ്കിൾ ശിവനങ്കിൾ മൂന്ന് മത്സരങ്ങളിലും തിളക്കമാർന്ന വിജയം സത്യഭാമയുടെയും പത്മിനിയുടെയും അങ്കിളായ ശിവൻ കരസ്ഥമാക്കിയിരിക്കുന്നു.
ഗ്രേസി എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? വീട്ടിലിരുന്നിട്ട് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാ. ശിവൻ ഓരോ ദിവസം കഴിയും തോറും എന്നിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അതെല്ലാം ഞാൻ അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാന്ന് മാത്രം. ശിവൻ ആ ശാലിനിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന വെറും ഒരു മരപ്പാവ പോലെ ആയി. എനിക്ക് അവനെ അങ്ങനെ വിട്ടുകൊടുക്കാനാവില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ കയറെറിയണം എന്നാ പറയാറ്. ശിവൻ ഇപ്പം നിന്നിൽ നിന്ന് എത്രത്തോളം അകലാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നീ അവനെ നിന്നിലേക്ക് അടുപ്പിക്കാൻ നോക്കണം. വിടാതെ പിന്തുടരണം. പോകുന്ന സ്ഥലത്തൊക്കെ പോണം. നീ അവനൊരു ശല്യമായിട്ട് മാറണം. അവന് മാത്രമല്ല, കൂടെയുള്ളവൾക്കും, ശാലിനിക്കും ശല്യമായി മാറണം. അവൻ കെട്ടിയ താലി നിന്റെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം അവന് നിന്നെ നിഷേധിക്കാനാവില്ല. അവൻ എന്നെ കാണുന്നത് തന്നെ ചതുർത്ഥിയാ. പിന്നെ ഈ കെട്ടിയ താലിയുടെ മഹത്വം അതൊന്നും ഇപ്പൊ അവന്റെ മനസ്സിലില്ല. അവന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒറ്റൊരാളാ, ആ ശാലിനി എന്ന ജില്ലാ കളക്ടർ. ആ ബന്ധം എന്നേക്കുമായിട്ട് വേർപെടാതെ അവൻ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. അതിനെന്തെങ്കിലും ഒരു മാർഗം, അതെനിക്ക് ചേച്ചിയിൽ നിന്ന് അറിയേണ്ടത്. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കേണ്ടി വരുമെന്ന്. ഇപ്പൊ ശിവന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനേ മാർഗമുള്ളൂ. ഒരു ലക്ഷ്യത്തിലേക്കെത്താൻ നമ്മൾ എടുത്ത വഴി പരാജയപ്പെട്ടാൽ സ്വാഭാവികമായും നമ്മൾ മറ്റൊരു വഴി കണ്ടെത്തേണ്ടി വരും. ആ വഴിയാണ് നമ്മൾ ഇപ്പൊ ആലോചിക്കേണ്ടത്. വേറെ എന്ത് സഹിക്കാം? ഈ അവഗണന അതിനെ ഭ്രാന്ത് പിടിപ്പിക്കുക. ഒന്നുകിൽ ശിവന്റെ കൂടെയുള്ള ജീവിതം, അല്ലെങ്കിൽ എന്നേക്കുമായിട്ടുള്ള ഒടുക്കം. ഇതിലേതെങ്കിലും ഒന്ന് ഉടനെ എന്റെ ജീവിതത്തിലുണ്ടോ? ഉറപ്പാ. അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വരട്ടെ. അതിനു മുമ്പ് ആവനാഴിയിലെ അവസാനത്തെ ആയുധത്തിന്റെ മൂർച്ച കൂടിയൊന്ന് പരീക്ഷിച്ചാലോ? ഞാൻ എന്തിനും തയ്യാറാ. എനിക്ക് ശിവൻ എന്റെ കൂടെ ഉണ്ടാവണം. എന്റെ ജീവിതത്തിന് നിറം പകർന്നുകൊണ്ട് എന്റെ ഒപ്പം ഉണ്ടാവണം. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാ. എന്റെ വീട്ടുകാരുടെയും ശാലിനിയുടെ മുന്നിൽ ജയിച്ച് കയറണമെന്നുള്ള വാശി. ഇവള് കൊള്ളാലോ. ഈ ഒരു കനല് മതി ആ കുടുംബം എനിക്ക് ചാമ്പലാക്കാൻ. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കാം. ശരി, എങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. കേട്ടാ മാത്രം പോരാ, പറയുന്നത് പോലെ പ്രവർത്തിക്കുകയും വേണം. ശിവൻ നിന്റെ പിന്നാലെ വരും, തുടലിട്ട പട്ടിയെ പോലെ. സത്യം? സുസ്മിത നടത്തിയെടുക്കാൻ പറ്റുന്നതേ പറയൂ. എങ്കിൽ പറയാം, എന്താ ഞാൻ ചെയ്യേണ്ടത്?